ഈ ലോകത്തെയെ തൻവശത്താക്കിയ 6 പടൈ വീടിൻ്റെ നാഥനായ 6 മുഖൻ്റെ പുരാണ കഥകളിൽ ഒന്നാണ് സ്കന്ദപുരാണം എന്ന് പറയുന്നത്. 18 പുരാണ കഥകളിൽ ഒന്നാണ് സ്കന്ദപുരാണം എന്ന് പറയുന്നതിൽ. സ്കന്ദപുരാണത്തിൽ ഉള്ളത് 7 കാണ്ഡങ്ങളാണ്. ഇതിലെ ശിവരഹസ്യ കാണ്ഡത്തെക്കുറിച്ചാണ് BC 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചു വന്നിരുന്ന കശ്യപ ശിവാചാര്യർ തമിഴിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് മുഴുവൻ സ്കന്ദപുരാണ കഥകളാണെങ്കിലും കൂടി അതിൽ പലതും തമിഴ് വാക്കുകളും വന്നു ചേരുവാനിടയുണ്ട്. ഇതിൽ എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ എന്തെങ്കിലും തെറ്റുകൾ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. കാരണം ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഇപ്പോൾ ഇതിവിടെ പറയുവാനിരിക്കുന്നത് എന്ന് എനിക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഇത് കേൾക്കുവാൻ ഇരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തർക്കും ഭഗവാന്റെ പരിപൂർണ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് തുടങ്ങാം. കുമരക്കോട്ട ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു കശ്യപ ശിവാചാര്യരുടെ പിതാവ്. അവരുടെ തുടർച്ചയായി കശ്യപ ശിവാചാര്യരും കുമരക്കോട്ടത്തിൻ്റെ പൂജാരിയായി മാറുവാൻ സാധിച്ചു. ആ സമയത്ത് സംസ്കൃതവും അതുപോലെ തന്നെ തമിഴും ഒരുപോലെ കൈകാര്യം ചെയ്യുവാൻ സാധിച്ചിരുന്ന ഒരാൾ കൂടിയായിരുന്നു കശ്യപ ശിവാചാര്യർ. സദാസമയവും മുരുക ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ അദ്ദേഹത്തിന് മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കെ ഒരു സമയത്ത് മുരുക ഭഗവാൻ സ്വപ്നത്തിൽ കശ്യപ ശിവാചാര്യരുടെ മുന്നിലേക്ക് വന്ന് സംസ്കൃതത്തിലുള്ള സ്കന്ദപുരാണ കഥയെ തമിഴിലുള്ളവർക്ക് മനസ്സിലാകുവാൻ വേണ്ടി തമിഴിൽ എഴുതുവാനായിട്ട് പറഞ്ഞു. അതിലെ ഒരു വാക്ക് പോലും എനിക്കറിയില്ലല്ലോ, ഞാൻ എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്ന് മനോവേദനയോടുകൂടി ഉണർന്നെഴുന്നേറ്റ് കശ്യപ ശിവാചാര്യർക്ക് വീണ്ടും സ്വപ്ന ദർശനം നൽകി ഭഗവാൻ പറഞ്ഞു, തികടച്ചക്കര സെമ്മുക മൈന്തുളാൽ എന്നു തുടങ്ങുന്ന വരികൾ എടുത്തുകൊടുത്ത് ഇതിൽ നിന്ന് തുടരുക എന്ന് പറഞ്ഞു. തികടച്ചക്കര സെമ്മുക മൈന്തുളാൻ എന്നത് വിനായക ഭഗവാനെയാണ് പറയുന്നത്. വേദപുരാണങ്ങൾ മുതൽക്ക് നമ്മൾ ചെയ്യുന്ന ചെറിയ വഴിപാടുകൾ വരയ്ക്കും നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് വിനായക ഭഗവാനെയാണ്. അങ്ങനെ വിനായക ഭഗവാന്റെ കാപ്പെല്ലാം എഴുതിയതിനു ശേഷം കശ്യപ ശിവാചാര്യർ നിത്യവും 100 പാട്ടുകൾ വീതം എഴുതി ഓരോ ദിവസവും എഴുതി കഴിയുന്ന ആ ഒരു ഓലച്ചുവടികൾ കൊണ്ടുപോയി കുമരക്കോട്ടത്തിലെ സ്കന്ദന്റെ കാൽച്ചുവട്ടിൽ വെച്ച് കിടന്നുറങ്ങുവാൻ പോകും. പിറ്റേ ദിവസം വന്ന് നോക്കുന്ന സമയത്ത് അതിൽ ചെറിയ തിരുത്തുകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിക്കൊടുത്തിട്ടുണ്ടാകും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇത് സാക്ഷാൽ മുരുക ഭഗവാൻ കശ്യപ ശിവാചാര്യർക്ക് നൽകിയ ഒരു അനുഗ്രഹം തന്നെയാണ് എന്നുള്ളത്. അങ്ങനെ എല്ലാ പാട്ടുകളും എഴുതി കഴിഞ്ഞു. ഇനി അതിന് ഒരു അരങ്ങേറ്റം വേണം. ആ അരങ്ങേറ്റത്തിനായിട്ട് ഒരു മണ്ഡപത്തിൽ സഭ കൂടി. സഭയിൽ എല്ലാവരും തന്നെ ഉണ്ട്. അതായത് വേദശാസ്ത്ര പണ്ഡിതന്മാരും മാത്രമല്ല സകലകലാ വല്ലവരും എല്ലാവരും തന്നെ ആ സഭയിൽ കൂടിയിരിക്കുന്ന സമയത്ത് ഒരു വെളുത്ത പട്ടുതുണിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഓലച്ചുവടികൾ മുരുക ഭഗവാന്റെ തിരുരൂപ പടത്തിന് താഴെ വെച്ചിരുന്നു. അത് പതുക്കെ കശ്യപ ശിവാചാര്യർ ഭക്തിയോടുകൂടി പ്രാർത്ഥനയോടുകൂടി അതിൽ ആദ്യത്തെ ഓലച്ചുവടി എടുത്തു. തൻ്റെ കൺകളിൽ വെച്ച് പ്രാർത്ഥിച്ചു ശിവാചാര്യർ. മാത്രമല്ല മുരുക എന്നപ്പനെ എന്ന് പ്രാർത്ഥിച്ചു. സ്കന്ദപുരാണത്തിൻ്റെ ആദ്യത്തെ വരികൾ ചൊല്ലുവാനായിട്ട് അവിടെയുള്ളവരോടെല്ലാം അനുവാദം വാങ്ങി. എല്ലാവരും തന്നെ അത് കേൾക്കുവാൻ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നു. ആ സമയത്ത് കശ്യപ ശിവാചാര്യർ തികടച്ചക്കര സെമ്മുക മൈന്തുളാൻ എന്ന് തുടങ്ങി. അത് വിനായക കാപ്പായിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞ ഉടൻ തന്നെ അതിൻ്റെ പൊരുൾ പറയുവാനായിട്ട് സഭയിലുള്ളവർ ചോദിച്ചു. അതിൻ്റെ പൊരുൾ കശ്യപ ശിവാചാര്യർ പറഞ്ഞപ്പോൾ തന്നെ അതിലൊരു വേദപണ്ഡിതൻ പറഞ്ഞു, ഇതിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥങ്ങൾ തെറ്റാണ് എന്നുള്ള കാര്യം. വളരെ വിഷമത്തോടുകൂടി സഭ പിരിഞ്ഞു പോവുകയും ഇനി എപ്പോഴാണ് സഭ കൂടേണ്ടത് എന്ന് തീരുമാനിക്കുകയും ചെയ്തു. കശ്യപ ശിവാചാര്യരാകട്ടെ ആ സഭയുടെ മുന്നിൽ തനിക്ക് അപമാനിതനായി നിൽക്കേണ്ടി വന്നല്ലോ എന്നോർത്ത് വളരെ വിഷമത്തോടുകൂടി വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയ കശ്യപ ശിവാചാര്യർ വളരെ ദുഃഖത്തോടുകൂടി കിടന്നുറങ്ങുവാൻ പോയപ്പോൾ വീണ്ടും സുബ്രഹ്മണ്യ സ്വാമി കശ്യപ ശിവാചാര്യരുടെ സ്വപ്ന ദർശനം കൊടുത്ത്, നാളെ സഭ കൂടുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ട് പോകുക, അവർക്ക് എന്താണ് വേണ്ടത്, ഏതിൻ്റെ അർത്ഥമാണ് വേണ്ടത് അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, ഞാൻ വരുമെന്ന് പറഞ്ഞു. അത് വിശ്വസിച്ച് ശിവാചാര്യർ സഭയിലേക്ക് വീണ്ടും പോയി. സഭ തുടങ്ങി. ഇന്നലെ നിർത്തിയിരുന്ന ആ വേദപണ്ഡിതൻ തന്നെ വീണ്ടും ആ വരികളുടെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു. കശ്യപ ശിവാചാര്യർ അതിൻ്റെ അർത്ഥം മുഴുവനായിട്ട് പറയുവാൻ തുടങ്ങുമ്പോഴേക്കും സഭയുടെ ഉള്ളിലേക്ക് ഒരു പണ്ഡിതൻ കയറി വന്നു. കയ്യിൽ ഓലച്ചുവടികൾ വെച്ചിരുന്നു. ആ ഓലച്ചുവടിക്ക് പേര് വീരചോഴിയം എന്നായിരുന്നു. അകത്തേക്ക് കയറി വന്ന ആ പണ്ഡിതനെ ഇതുവരെയും ആരും കണ്ടിട്ടില്ലല്ലോ എന്നോർത്ത് മുഖാമുഖം നോക്കി. പണ്ഡിതനോട് ഒരുപാട് ചോദ്യങ്ങളും ചോദിച്ചു. അതിനെല്ലാം കൃത്യമായ മറുപടി നൽകുകയും ചെയ്തു. മാത്രമല്ല, നിങ്ങൾ ചോദിച്ച തികടച്ചക്കര എന്ന് തുടങ്ങുന്നതിൻ്റെ അർത്ഥം ഈ ഒരു ഓലച്ചുവടികളിൽ ഉണ്ട് എന്ന് പറഞ്ഞ് ആ ചുവടി അവിടെ ഇരിക്കുന്ന വേദപണ്ഡിതൻ്റെ കയ്യിൽ കൊടുക്കുകയും അവർ അത് തുറന്നു നോക്കിയ സമയത്ത് അവർക്ക് വേണ്ട ഉത്തരം ആ ചുവടികളിൽ 18-ാം ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തു. ഉടൻ തന്നെ അവർ സന്തോഷത്തോടുകൂടി ആ പണ്ഡിതനെ നോക്കുന്ന സമയത്ത് ആ പണ്ഡിതൻ അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ആശ്ചര്യം. ഉടൻ തന്നെ കശ്യപ ശിവാചാര്യരുടെ മുന്നിൽ ഇരു കൈയും തൊഴുതു നിന്നു വേദപണ്ഡിതന്മാർ. കാരണം അവിടെ വന്നത് വേറെ ആരുമല്ല, സാക്ഷാൽ ശ്രീ മുരുക ഭഗവാൻ തന്നെയാണ് എന്ന് അവർക്ക് അപ്പോഴാണ് മനസ്സിലായത്. സ്കന്ദപുരാണത്തിൻ്റെ അരങ്ങേറ്റം അവസാനിക്കുവാൻ
വരുവാൻ ഏകദേശം 1 വർഷക്കാലമെടുത്തു എന്നാണ് പറയുന്നത്. ഇനി പുരാണ കഥയിലേക്ക് കടക്കാം. ബ്രഹ്മദേവൻ തന്റെ കർമ്മം കൃത്യമായി നിർവഹിക്കുവാൻ വേണ്ടി തനിക്ക് സഹായത്തിനായിട്ട് 11 പ്രജാപതികളെ നിയമിക്കുകയുണ്ടായി. അതിൽ ഒരാളാണ് ദക്ഷൻ. തീവ്രമായ ഒരു ശിവഭക്തനാണ് ദക്ഷൻ. അതുകൊണ്ട് തന്നെ ബ്രഹ്മദേവന്റെ ആലോചനയോടുകൂടി ശിവഭഗവാനെ നോക്കി തപസ് അനുഷ്ഠിക്കുവാൻ തുടങ്ങി. ആരൊരാൾ എന്തും ചോദിച്ചാൽ കൊടുക്കുവാൻ തയ്യാറായി നിൽക്കുകയാണല്ലോ നമ്മുടെ ശിവഭഗവാൻ. അതുകൊണ്ട് തന്നെ ദക്ഷനും ദക്ഷന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അത് നിറവേറ്റി കൊടുക്കുവാൻ ശിവഭഗവാൻ തയ്യാറായി. ദക്ഷൻ ശിവഭഗവാനോട് ചോദിച്ചത് ഇതാണ്: ഈ എല്ലാ ലോകത്തെയും ഭരിക്കുന്നത് ഞാനായിരിക്കണം, മാത്രമല്ല എനിക്ക് അങ്ങ് മരുമകനായി വരികയും വേണമെന്ന് ചോദിച്ചു. അതിന് ശിവഭഗവാൻ അനുഗ്രഹം നൽകി തിരികെ അയക്കുകയും ചെയ്തു. ഈ ഒരു സന്ദർഭത്തിലാണ് കൈലാസത്തിൽ ശിവഭഗവാനും പാർവതിയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പാർവതി ദേവി ഒരു ചോദ്യം ശിവഭഗവാനോട് ചോദിച്ചു. ഞാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ശിവഭഗവാനെ അങ്ങ് ഇല്ല എന്ന് പറയുകയും അത് ഒരു വാക്ക് തർക്കത്തിലാവുകയും ശിവഭഗവാനെ വിട്ട് പാർവതി ദേവി ഭൂലോകത്തിലേക്ക് പോവുകയും ചെയ്തു. ശിവഭഗവാനെ പിരിഞ്ഞതിന് ശേഷമാണ് പാർവതി ദേവിക്ക് മനസ്സിലായത് ശിവഭഗവാൻ ഇല്ലാതെ എന്നെ കൊണ്ട് ജീവിക്കുവാൻ സാധിക്കില്ല എന്നുള്ള കാര്യം. ഉടൻ തന്നെ യമുന നദിക്കരികിൽ പാർവതി ദേവി ഒരു വലംപൊരി ശംഖായി തപസ് അനുഷ്ഠിക്കുവാൻ തുടങ്ങി. ഈ സമയത്ത് ദക്ഷനും ദക്ഷന്റെ പത്നിയും ചേർന്ന് യമുന നദിക്കരിയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു അഴകിയ ശംഖ് ഉള്ളത് കാണുകയും ആ ശംഖ് തന്റെ കൈകളിൽ എടുത്തു വെച്ച് പതുക്കെ മൃദുവായി തലോടുകയും ചെയ്തു. ഈ ഒരു സന്ദർഭത്തിൽ ആ ശംഖ് ഒരു പെൺകുഞ്ഞായി മാറുകയും ദക്ഷൻ തനിക്ക് വളർത്തിയെടുക്കുവാനുള്ള പെൺകുഞ്ഞാണ് ഇത് എന്ന് മനസ്സിലാക്കി അവരെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആ പെൺകുഞ്ഞിന് ദക്ഷൻ ഇട്ട പേരാണ് ദാക്ഷായിനി എന്നുള്ള പേര്. ദാക്ഷായിനിയെ വളർത്തി വലുതാക്കിയെടുത്തു. തീവ്ര ശിവഭക്തയായി തന്നെയാണ് ദാക്ഷായിനി വളർന്നത്. അതുകൊണ്ട് തന്നെ ദാക്ഷായിനിയുടെ ഉള്ളിൽ ശിവഭഗവാനെ വിവാഹം കഴിക്കണമെന്നൊരാഗ്രഹം ഉടലെടുത്തു. ഇതറിഞ്ഞ ദക്ഷനാകട്ടെ വളരെ സന്തോഷത്തോടു കൂടി ശിവഭഗവാൻ തൻ്റെ മരുമകനാകാൻ പോകുന്നു എന്നുള്ള ആ ഒരു മോഹത്തിൽ ഈ കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ കല്യാണ ദിവസം ശിവഭഗവാൻ ദക്ഷന്റെ കൊട്ടാരത്തിലേക്ക് വന്നില്ല. മറിച്ച് അത് കഴിഞ്ഞതിനു ശേഷം ദാക്ഷായിനിയെ കൈലാസത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇതറിഞ്ഞ ദക്ഷന് വളരെ അധികം കോപം വന്നു. കാരണം ദേവാദി ദേവന്മാരെ ഉൾപ്പെടെ എല്ലാവരെയും ഈ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. പക്ഷേ കല്യാണം നിന്നു പോകേണ്ട ഒരു അവസ്ഥ വന്നല്ലോ എന്നോർത്ത് വളരെയധികം ദേഷ്യം കൊണ്ടിരുന്നു. ഈ സമയത്ത് ദാക്ഷായിനിയും തന്നെ വിട്ട് കൈലാസത്തിലേക്ക് പോയി എന്നറിഞ്ഞ ദക്ഷന് വളരെയധികം സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വന്നു. മാത്രമല്ല ഈ സമയത്ത് ദക്ഷന് വേദവല്ലി എന്നുള്ള ഭാര്യയിൽ 50 പെൺകുട്ടികളുണ്ടായിരുന്നു. അതിൽ 10 പെൺകുട്ടികളെ ധർമ്മദേവനും 13 പെൺകുട്ടികളെ കശ്യപ മഹർഷിക്കും 27 പെൺകുട്ടികളെ ചന്ദ്രഭഗവാന് വിവാഹം ചെയ്തു കൊടുത്തു. ചന്ദ്രഭഗവാന് 27 ഭാര്യമാരുണ്ടെങ്കിലും കൂടി രോഹിണി എന്ന ഭാര്യയിലായിരുന്നു എപ്പോഴും സ്നേഹം കൂടുതൽ എന്ന് മറ്റുള്ള പെൺമക്കൾ എപ്പോഴും വന്ന് ദക്ഷനോട് പരാതികൾ പറയുമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ദക്ഷന് ഈ സംഭവം വളരെയധികം കോപാകുലനാക്കി. ഉടൻ തന്നെ ചന്ദ്രഭഗവാനെ വിളിച്ച് താൻ അഴകുള്ളത് കൊണ്ടാണല്ലോ തൻ്റെ മക്കളെ അവഗണിക്കുന്നത് എന്ന് പറഞ്ഞ് തൻ്റെ അഴകോടുകൂടി ഇനി തേഞ്ഞു പോകട്ടെ എന്ന് ശാപം കൊടുത്തു. വളരെ വിഷമത്തോടുകൂടി ചന്ദ്രഭഗവാൻ അവിടെ നിന്ന് ഉടൻ തന്നെ കൈലാസത്തിലേക്ക് പോവുകയും ശിവഭഗവാന്റെ കാൽക്കൽ വീണ് നടന്ന സംഭവങ്ങളെല്ലാം വിവരിക്കുകയും ചെയ്തു. ഇതു കേട്ട ശിവഭഗവാൻ ചന്ദ്രഭഗവാനോട് വിഷമിക്കേണ്ട, തേഞ്ഞു പോയാലും വീണ്ടും നിങ്ങൾ വളർന്നു വരും എന്നുള്ളൊരു അനുഗ്രഹം കൊടുത്ത് ചന്ദ്രഭഗവാനെ തൻ്റെ തലയിലെടുത്ത് ചൂടുകയും ചെയ്തു. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ വീണ്ടും ദക്ഷന് വളരെയധികം ശിവഭഗവാനോട് കോപമുണ്ടായി. നേരത്തെ തന്നെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം ദക്ഷന് ശിവഭഗവാനോട് ദേഷ്യമുണ്ടായിരുന്നു. പക്ഷേ ഇതും കൂടിയായപ്പോൾ ദേഷ്യം വർദ്ധിക്കുകയാണ് ചെയ്തത്. ഈ കോപത്തോടുകൂടി തന്നെ ദക്ഷൻ ഒരു യാഗം നടത്തുവാൻ തീരുമാനിച്ചു. ആ യോഗത്തിൽ 14 ലോകത്തിലുള്ള എല്ലാവരെയും ക്ഷണിച്ചിരുന്നു. പക്ഷേ തൻ്റെ മകളായ ദാക്ഷായിനിയെയും ശിവഭഗവാനെയും ഈ ഒരു യാഗത്തിലേക്ക് ക്ഷണം കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ യാഗശാലയിലേക്ക് എല്ലാവരും പോയിരുന്നു എങ്കിലും കൂടി എല്ലാവരും പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നു ശിവഭഗവാനെയും ദാക്ഷായിനിയെയും ക്ഷണിക്കാതെ തെറ്റാണ് എന്നുള്ള കാര്യം. ഈ ഒരു ദേഷ്യത്തിൽ തന്നെ കൈലാസത്തിൽ ദാക്ഷായിനി തൻ്റെ ഭർത്താവിന് വില കൊടുക്കാത്ത തൻ്റെ പിതാവിനോട് 2 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞു. പക്ഷേ ശിവഭഗവാൻ പറഞ്ഞു, നീ അങ്ങോട്ട് പോകേണ്ട, കാരണം നിനക്ക് അവിടെ ബഹുമാനം ലഭിക്കില്ല എന്ന്. പക്ഷേ ശിവഭഗവാന്റെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് ദാക്ഷായിനി നേരെ യാഗശാലയിലേക്ക് പുറപ്പെട്ടു. അവിടെ ആരും തന്നെ ദാക്ഷായിനിയെ ബഹുമാനം കൊടുക്കുകയോ സംസാരിക്കുവാൻ കൂട്ടാക്കുകയോ ചെയ്തില്ല. മാത്രമല്ല ചോദ്യങ്ങൾ ചോദിച്ച ദക്ഷനാകട്ടെ ദാക്ഷായിനിയോട് പറഞ്ഞു, എന്തിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ദാക്ഷായിനി അതിന് മറുപടിയായി പറഞ്ഞു, മരുമകൻ എന്ന പേരിൽ വിളിച്ചില്ലെങ്കിലും സാരമില്ല, ഈശൻ എന്ന പേരിലെങ്കിലും എൻ്റെ ഭർത്താവിന് ഈ ആവിർഭാവം കൊടുക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി ദക്ഷൻ ഈ വാക്കുകളാണ് പറഞ്ഞത്, ഈശൻ, പേയ്കൾ നടമാടും ചുടുകാട്ടിൽ കാവലായി ഇരിക്കുന്നവനാണോ ഈശൻ? ചടലങ്ങളെ ചുട്ടരിക്കുന്ന ചാമ്പലെടുത്ത് പൂശുന്നവനാണോ ഈശൻ എന്നിങ്ങനെ വളരെ ധിക്കാരത്തോടുകൂടി ദാക്ഷായിനിയെ നോക്കി പറഞ്ഞു. ദാക്ഷായിനിക്ക് തൻ്റെ പക്ഷം പിടിക്കുവാൻ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആ വിഷമത്തോടുകൂടി കൈലാസത്തിലേക്ക് തിരികെ പോകുവാനും സാധിച്ചില്ല. അച്ഛൻ്റെ മുന്നിൽ വേണ്ടാത്തവളുമായി ഭർത്താവിനോട് ധിക്കരിക്കുകയും ചെയ്തു എന്ന വിഷമത്തോടുകൂടി അവിടെ നടക്കുന്ന യാഗകുണ്ഡത്തിലേക്ക് ദാക്ഷായിനി എടുത്തു ചാടുകയാണ് ചെയ്തത്. പക്ഷേ
പവിത്രമായ ആ ശരീരം തൊടുവാൻ അഗ്നിദേവന് പോലും സാധിച്ചില്ല. ഉടൻ തന്നെ ഈ വിവരം നാരദ മഹർഷി ശിവഭഗവാന്റെ കാതുകളിലേക്ക് എത്തിച്ചു. വളരെ കോപം പൂണ്ട ശിവഭഗവാനാകട്ടെ തൻ്റെ ജടാമുടിയിൽ നിന്നും ഒരു മുടി പിഴുതെടുത്ത് ഭൂമിയിലേക്ക് എറിഞ്ഞു. അതിൽ നിന്ന് 1000 കൈകളോടുകൂടിയും 3 കണ്ണുകളോടുകൂടിയും വീരഭദ്ര രൂപാന്തരപ്പെട്ടു. മാത്രമല്ല ശിവഭഗവാന്റെ ആ ഒരു ശ്വാസത്തിൽ നിന്നും മഹാകാളി രൂപാന്തരപ്പെടുകയും ഇവർ രണ്ടുപേരും ചേർന്ന് ദക്ഷന്റെ യാഗസ്ഥലത്തിലേക്ക് പോവുകയും അവിടെ എല്ലാം തന്നെ നശിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല ദക്ഷന്റെ തലയറുത്ത് ആ യാഗകുണ്ഡത്തിലേക്ക് തന്നെ ഇടുകയും കൂടി ചെയ്തു. കൂടാതെ ശിവഭഗവാനെ ക്ഷണിക്കാതെ നടത്തിയ ഈ യാഗശാലയിലേക്ക് വന്ന ദേവാദിദേവന്മാർക്കെല്ലാവർക്കും തന്നെ ശാപം കൊടുക്കുകയും ചെയ്തു. ഇതെല്ലാം അവസാനിച്ച ഉടൻ തന്നെ ശിവഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും തൻ്റെ പതിയായ പാർവതി ദേവിയുടെ ആ ശരീരം എടുത്തുകൊണ്ട് ഉഗ്രതാണ്ഡവം ആടുകയും ചെയ്തു. ശിവഭഗവാന്റെ താണ്ഡവം എന്ന് പറഞ്ഞാൽ ഈ ഭൂമി മാത്രമല്ല ഈ 14 ലോകവും കലങ്ങി തന്നെയാണ് പോകുന്നത്. ശിവഭഗവാന്റെ താണ്ഡവത്തെ നിർത്തുവാൻ ആരെക്കൊണ്ടും സാധിച്ചില്ല. തൻ്റെ പാതിയായ ദാക്ഷായണിയെ എടുത്ത് വളരെയധികം വിഷമത്തോടു കൂടിയുള്ള ആ ജടാമുടിയെല്ലാം അഴിച്ചിട്ടുകൊണ്ടുള്ള ആ താണ്ഡവത്തിന്റെ പേര് ഊഴിത്താണ്ഡവം എന്നായിരുന്നു. എല്ലാ ദേവാദിദേവന്മാരും ഈ താണ്ഡവത്തെ നിർത്തുവാനായി വേറെ ആരോട് പോയി ചോദിക്കും? ഏതൊരു കാര്യങ്ങളുണ്ടെങ്കിലും ശിവഭഗവാനെ എന്ന് പറഞ്ഞു പോകുന്നവർ ഇപ്പോൾ ശിവഭഗവാന്റെ താണ്ഡവത്തെ തന്നെ നിർത്തുവാനായിട്ട് മഹാവിഷ്ണുവിൻ്റെ തൃപ്പാദത്തിലേക്ക് ശരണാഗതി പ്രാപിച്ചു. മഹാവിഷ്ണു ആകട്ടെ ഈ താണ്ഡവം നിർത്തണമെന്നുണ്ടെങ്കിൽ ദാക്ഷായണിയുടെ ദേഹത്തെ ശിവഭഗവാന്റെ കയ്യിൽ നിന്ന് പറിച്ചു മാറ്റുകയില്ലാതെ വേറെ ഒരു വഴിയുമില്ല എന്ന് മനസ്സിലാക്കി തൻ്റെ സുദർശന ചക്രം കൊണ്ട് ദാക്ഷായണിയുടെ ദേഹത്തിലേക്ക് ആഞ്ഞെറിയുകയാണ് ചെയ്തത്. അത് 51 തുണ്ടുകളായിട്ട് ഭൂമിയിലെ ഓരോ ഭാഗങ്ങളിലായിട്ട് വീണു. അതിനെയാണ് 51 ശക്തിപീഠം എന്ന് നമ്മൾ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. ഈ സമയത്ത് ദേവന്മാർക്കെല്ലാം തൻ്റെ ശക്തികൾ നഷ്ടപ്പെടട്ടെ എന്ന് ദാക്ഷായണി യാഗശാലയിൽ നിന്നും ഒരു ശാപം കൊടുത്തിരുന്നു. ആ ശാപം മാത്രമല്ല ശിവഭഗവാനെ ക്ഷണിക്കാതെ യാഗശാലയിലേക്ക് പങ്കെടുത്ത എല്ലാവർക്കും തന്നെ തൻ്റെ ശക്തികൾ നഷ്ടപ്പെടട്ടെ എന്ന് നന്ദി ഭഗവാനും ഒരു ശാപം കൊടുത്തിരുന്നു. ഈ ശാപങ്ങളുടെ കാര്യങ്ങൾ അസുര ഗുരുവായ ശുക്രാചാര്യരുടെ കാതുകളിലേക്ക് എത്തുന്നു. ഈ സമയത്ത് ദേവാദിദേവന്മാരെയെല്ലാം തങ്ങളുടെ വശത്താക്കുവാൻ വേണ്ടി ശുക്രാചാര്യർ ഒരു തീരുമാനമെടുക്കുന്നു. എപ്പോഴും ദേവാദിദേവന്മാരും അതുപോലെ തന്നെ അസുരന്മാരും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ഓരോ യുദ്ധത്തിലും അസുരന്മാർ മരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കും. അസുര ഗുരുവായ ശുക്രാചാര്യർ വളരെ ബുദ്ധിപൂർവ്വം ശിവഭഗവാനോട് ഒരു വരം അപേക്ഷിച്ചിരുന്നു. ആ വരം ഇതാണ്: മൃതസഞ്ജീവിനി മന്ത്രം എന്നുള്ളത്. ആ മന്ത്രം ജപിക്കുന്ന ആർക്കും തന്നെ മരണമുണ്ടാകില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ മരണപ്പെട്ട അസുരന്മാരെല്ലാം വീണ്ടും വീണ്ടും പുനർജനിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാകുമ്പോൾ അസുരന്മാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. മാത്രമല്ല ഈ വരത്തിന്റെ പേരിൽ ദേവന്മാരും അസുരന്മാരും സദാസമയവും വഴക്കും പ്രശ്നങ്ങളും മാത്രമായിരുന്നു. ഈ സമയത്ത് ശുക്രാചാര്യരുടെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഇതായിരുന്നു: ബ്രഹ്മദേവന്റെ പുത്രനായ കശ്യപ മഹർഷിക്കും അവരുടെ ഭാര്യ അദിതിക്കും 66 കോടി അസുരപുത്രന്മാരാണ് ഉണ്ടായിരുന്നത്. ഇവരുടെ നന്മയ്ക്കു വേണ്ടി തന്നെയാണ് ശുക്രാചാര്യർ തൻ്റെ ശിഷ്യയായ സുരസയെ തിരഞ്ഞെടുക്കുകയും അവർക്ക് വേണ്ട ആയോധിക കലകൾ അതുപോലെ തന്നെ മായ വിദ്യകൾ എല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഈ സുരസ വേറെ ആരും തന്നെയല്ല, അസുരേന്ദ്രന്റെ പുത്രിയായിരുന്നു. ശുക്രാചാര്യർ പറയുന്നത് എന്തും കേൾക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ് സുരസ. സുരസയുടെ പേര് പോലും ശുക്രാചാര്യർ മാറ്റിയെടുത്തു, മായ എന്നാക്കി. മായയോട് തൻ്റെ പിതാവിൻ്റെ ആഗ്രഹപ്രകാരം അസുരഗണങ്ങൾ വർദ്ധിക്കണമെന്നും മായാരൂപത്തിൽ കശ്യപ മഹർഷിയെ പോയി സമീപിക്കണമെന്നും ശുക്രാചാര്യർ മായയോട് പറഞ്ഞു. മായയാകട്ടെ തൻ്റെ പിതാവായ അസുരേന്ദ്രൻ്റെ അനുഗ്രഹത്തോടുകൂടി കശ്യപ മഹർഷിയുടെ പക്കലിലേക്ക് പോയി. കാരണം കശ്യപ മഹർഷിക്ക് ജനിക്കുവാൻ പോകുന്ന കുഞ്ഞുങ്ങളെല്ലാം തന്നെ അസുരഗണത്തിൽ പെട്ടതായിരിക്കുമെന്ന് ശുക്രാചാര്യർക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മായയെ കശ്യപ മഹർഷിയുടെ പക്കലിലേക്ക് ശുക്രാചാര്യർ അയച്ചത്. ഒരു യോഗിയാണെങ്കിൽ പോലും സുന്ദരിയായ ഒരു പെണ്ണിന്റെ മുൻപിൽ എല്ലാം മറന്ന് കശ്യപ മഹർഷി മായയോട് ചേർന്ന് ജീവിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. മായയുടെ അഴകിൽ മയങ്ങിയ കശ്യപ മഹർഷിയോട് മായ ചോദിച്ച ഒരേ ഒരു കാര്യം ഇതുമാത്രം: സുന്ദരിയായ ഞാൻ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു യുവാവിനെ ആയിരിക്കണം. അങ്ങാകട്ടെ വളരെയധികം വയസ്സായതുപോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. കശ്യപ മഹർഷിയാകട്ടെ തൻ്റെ ശക്തി ഉപയോഗിച്ച് ഒരു യുവാവായി മാറുകയും ചെയ്തു. അങ്ങനെ അവർ ജീവിക്കുമ്പോൾ അവർക്ക് താമര പോലെ മലർന്നുള്ള ഒരു പുത്രൻ ഉണ്ടായി. ആ പുത്രന് മായയും കശ്യപ മഹർഷിയും ചേർന്നിട്ട പേരാണ് പദ്മാസുരൻ എന്നുള്ള പേര്. അതുമാത്രമല്ല അവന് ശൂരപദ്മൻ എന്നുള്ള ഒരു പേരും കൂടിയുണ്ട്. ഇനി രണ്ടാമതായി ഇവർക്ക് പിറന്ന കുഞ്ഞാണ് 1000 മുഖങ്ങളും 2000 കൈകളുമുള്ള ഒരു മകൻ പിറന്നു. അവന് സിംഹമുഖൻ എന്നുള്ള പേരും ചൂട്ടി. സിംഹമുഖന്റെ വിയർപ്പിൽ നിന്നും 40,000 സിംഹമുഖ അസുരന്മാരാണ് രൂപാന്തരപ്പെട്ടത് എന്നും പറയപ്പെടുന്നുണ്ട്. ഇനി മൂന്നാമതായി ആന മുഖത്തോടുകൂടിയ
ഒരു പുത്രൻ ജനിച്ചു. അവരുടെ പേര് താരകാസുരൻ. കഴിഞ്ഞില്ല, ആടിൻ്റെ മുഖത്തോടുകൂടി അജമുഖി എന്നൊരു പുത്രിയും ഇവർക്കുണ്ടായി. ഇതിലൊരു കാര്യം എന്തെന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും പിറന്ന ഇത്രയും കുഞ്ഞുങ്ങളെല്ലാം തന്നെ കുട്ടികളായിട്ടല്ല പിറന്നത്, മറിച്ച് മായയുടെ മായാജാല ശക്തി കൊണ്ടും അതുപോലെ തന്നെ കശ്യപ മഹർഷിയുടെ തപോശക്തി കൊണ്ടും അവർ ഒരു യുവാവും യുവതിയുമായി തന്നെയാണ് ജന്മമെടുത്തത് എന്നും പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല ഇവരോടൊപ്പം ഇവർക്ക് കളിക്കുവാൻ ഇവരുടെ വിയർപ്പിൽ നിന്നും തന്നെ ലക്ഷക്കണക്കിന് അസുരഗണങ്ങളും അസുരക്കുട്ടികളുമാണ് ഇവരോടൊപ്പം ചേർന്നു വന്നത് എന്നും പറയുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ശൂരപത്മന് ഒരുപാട് ലക്ഷക്കണക്കിന് സഹോദരങ്ങളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദിവസം കശ്യപ മഹർഷി തപസ്സനുഷ്ഠിക്കുവാൻ പോകുവാൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത് തൻ്റെ പുത്രനായ ശൂരപത്മാസുരനെയും താരകാസുരനെയും അതുപോലെ തന്നെ മകളെയും എല്ലാവരെയും വിളിച്ച് നേരായ വഴിക്ക് ചെല്ലുക, ശിവഭഗവാനെ പ്രാർത്ഥിക്കുക, ഈ ലോകത്തിൽ നന്മകൾ മാത്രം ചെയ്തു വരിക എന്ന് അനുഗ്രഹം കൊടുത്ത് അവിടെ നിന്നും പുറപ്പെട്ടു. കശ്യപ മഹർഷി അവിടെ നിന്നും പോയതും തന്നെ മായ തന്റെ പുത്രന്മാരെയും പുത്രിയെയും വിളിച്ചു പറഞ്ഞു, പിതാവ് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. മുനിമാരും യോഗിമാരും മാത്രമേ നന്മകൾ ചെയ്യാൻ പാടുകയുള്ളൂ. നിങ്ങൾ സാധാരണ കുട്ടികളല്ല, മായയുടെ പുത്രന്മാരാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തെ നമ്മളാണ് ഇനി ഭരിക്കേണ്ടത് എന്ന്, ഈ ദേവലോകത്തുള്ളവർ നമ്മൾ പറയുന്നതനുസരിച്ച് ജീവിക്കണം, ദേവാദിദേവന്മാരെല്ലാം നമ്മുടെ മുന്നിൽ കൈകെട്ടി നിൽക്കണം എന്നെല്ലാം മായ ഓരോ കാര്യങ്ങളായിട്ട് തൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതെല്ലാം നേടണം എന്നുണ്ടെങ്കിൽ അതിന് ഒരാളെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് വേറെ ആരുമല്ല, ഈശൻ എന്നറിയപ്പെടുന്ന ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ലോകങ്ങളെ മുഴുവൻ നമ്മുടെ വരുതിയിലേക്ക് വരുത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നും മായ തൻ്റെ പുത്രന്മാരോടും പുത്രിയോടും പറഞ്ഞു കൊടുക്കുന്നു. അതിന് ശിവഭഗവാന്റെ അനുഗ്രഹത്തിനു വേണ്ടി ഈ സ്ഥലത്തിൻ്റെ വടക്കു ഭാഗത്തുള്ള വടദ്വീപം എന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഇതുപോലുള്ള വലിയ യാഗങ്ങൾ നടത്തുവാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾ അങ്ങോട്ട് ചെല്ലുക, അവിടെ പോയി യാഗം നടത്തുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തൂ. യാഗത്തിനു വേണ്ട സാധനങ്ങളെല്ലാം ആ സമയത്ത് ഞാൻ അവിടെ എത്തിക്കാമെന്ന് അമ്മ മക്കളോട് പറയുന്നു. ഇത് കേട്ട ഉടൻ തന്നെ മക്കൾ എല്ലാവരും തന്നെ അമ്മയോട് അനുഗ്രഹം വാങ്ങി അവിടെ നിന്നും പുറപ്പെടുകയുണ്ടായി. ഈ കാര്യമറിഞ്ഞ കശ്യപ മഹർഷി തൻ്റെ ഭാര്യയോട് എവിടെ തൻ്റെ മക്കൾ എന്ന് ചോദിക്കുമ്പോൾ മായ പറയുന്നുണ്ട്, ഞാൻ വന്ന ജോലിയെല്ലാം തന്നെ അവസാനിച്ചിരിക്കുന്നു. എനിക്ക് 2 ലക്ഷത്തിൽ പരം മക്കളാണ്, അസുരഗണങ്ങളാണ് ഇതിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. ഇനി ഞങ്ങളുടെ ഗണങ്ങൾ തഴച്ചു വളരും എന്ന് പറഞ്ഞ് മായ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. താൻ ചെയ്ത വലിയ തെറ്റോർത്ത് കശ്യപ മഹർഷി വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് തൻ്റെ പിറകിൽ 2 കൈകൾ തലോടുന്നത് കണ്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ പിതാവായ ബ്രഹ്മദേവൻ അവിടെ നിൽക്കുന്നു. പുത്ര, വിഷമിക്കേണ്ട, മന്മഥൻ്റെ കളിയിൽ വീഴാത്തവരായിട്ട് ഈ ലോകത്ത് ആരും തന്നെയില്ല. അതുകൊണ്ട് തന്നെ നിന്റെ വിഷമങ്ങൾ അസ്ഥാനത്താണ് എന്ന് ബ്രഹ്മദേവൻ പറയുന്നു. ഈ പാപത്തിൻ്റെ പരിഹാരവും ശിവഭഗവാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞ് ബ്രഹ്മദേവൻ അവിടെ നിന്ന് പുറപ്പെടുന്നു. മാത്രമല്ല ഈ സമയത്ത് അസുരന്മാരെല്ലാവരും തന്നെ വടക്ക് യാഗത്തിനു വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എതിരെ ശുക്രാചാര്യർ വരുന്നു. ശുക്രാചാര്യരാണ് അസുരഗുരു എന്ന് എല്ലാവർക്കും തന്നെ അറിയാം. ശുക്രാചാര്യർ ആദ്യമായിട്ടാണ് സിംഹത്തിൻ്റെയും ആടിൻ്റെയും മാടിൻ്റെയും മാനിൻ്റെയും മുഖത്തോടുകൂടിയുള്ള അസുരന്മാരെ കാണുന്നത്. നിങ്ങളെല്ലാം ആരാണ് എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ എല്ലാവരും മായയുടെ പുത്രന്മാരാണ് എന്ന് പറയുന്നു. വളരെ സന്തോഷത്തോടുകൂടി ശുക്രാചാര്യർ ശൂരപത്മാസുരനെ തൻ്റെ അരികിലേക്ക് വിളിച്ച് ശിവമന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നു. ഈ ശിവമന്ത്രങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞ് അവിടെ നിന്നും അവരെ അയച്ചുവിടുന്നു. അവിടെ നിന്നും നടന്നു നീങ്ങിയ അസുരന്മാർ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി. യാഗങ്ങൾ തുടങ്ങുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. യാഗങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം ആയ അവിടെ എത്തിച്ചു. യാഗം എന്ന് പറഞ്ഞാൽ സാധാരണ യാഗകുണ്ഡമല്ല അവിടെ ഉണ്ടായിരുന്നത്, അത്രയും വലിയ യാഗകുണ്ഡമാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. 28,000 കിലോമീറ്റർ അളവിലാണ് യാഗകുണ്ഡം നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഉണ്ണാതെയും ഉറങ്ങാതെയും 10,000 വർഷങ്ങളാണ് ഈ യാഗത്തിനു വേണ്ടി അസുരന്മാർ ചിലവഴിച്ചതായും പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല സിംഹമുഖൻ 108 കുണ്ടങ്ങളിലും താരകാസുരൻ 1008 കുണ്ടങ്ങളിലും ഇരുന്ന് യാഗത്തെ തുടങ്ങുകയും യാഗം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു. പക്ഷേ ആ പരമേശ്വരൻ അവരുടെ മുന്നിലേക്ക് വന്നില്ല. പത്മാസുരനാകട്ടെ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് തൻ്റെ കൈകളിൽ കീറി അതിലെ രക്തം യാഗ അഗ്നിയിലേക്ക് ഇട്ടുകൊടുത്തു. ഇത് കണ്ട സഹോദരന്മാരും ഇതേപടി തന്നെ ചെയ്തു. പക്ഷേ സിംഹമുഖൻ ഒരു പടി മുന്നിലേക്ക് പോയി തൻ്റെ തലയറുത്ത് ആ യാഗകുണ്ഡത്തിലേക്ക് ഇട്ടു. ഇത് കണ്ട ദേവാദിദേവന്മാരെല്ലാം വളരെയധികം സന്തോഷിച്ചു. ഈ അസുരന്റെ കഥ കഴിഞ്ഞല്ലോ എന്നോർത്ത്. പക്ഷേ അവിടെയാണ് വീണ്ടും പുതിയ പുതിയ തലകൾ സിംഹമുഖന് വന്നുകൊണ്ടേയിരുന്നു. ഓരോ തലകളും യാഗകുണ്ഡത്തിലേക്ക് ഇട്ടുകൊണ്ടിരുന്നു. വീണ്ടും വീണ്ടും പുതിയ തലകൾ വന്നുകൊണ്ടേയിരുന്നു. ഈ സമയത്ത് എന്തു ചെയ്യണമെന്ന് അറിയുന്നില്ല. എല്ലാവരും തന്നെ വളരെ വിഷമത്തോടു കൂടി ഇരുന്ന സമയത്ത് സിംഹമുഖൻ വളരെയധികം ദുഃഖത്തോടുകൂടി യാഗ അഗ്നിയിലേക്ക് നോക്കി പറഞ്ഞു, പല 1000 കാലം ഞങ്ങൾ തപസ്സനുഷ്ഠിക്കുന്നു, യാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ മുന്നിലേക്ക് വരുവാൻ
ദേവദേവൻ ഭഗവാനെ അങ്ങേക്ക് എന്താ താമസം, ഞങ്ങൾ എന്താണ് തെറ്റുകൾ ചെയ്തത് എന്നെല്ലാം ചോദിച്ച് വളരെ വിഷമത്തോട് നിൽക്കുന്ന സമയത്ത് ഒരു വൃദ്ധൻ അവിടേക്ക് വന്നു ചേരുകയും ആ വൃദ്ധനെ കണ്ട് സിംഹമുഖൻ താങ്കൾ ആരാണ് എന്ന് ചോദിക്കുന്നു. വൃദ്ധനാകട്ടെ നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് മറു ചോദ്യം ചോദിക്കുന്നു. അതിന് ഉത്തരമായി നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വൃദ്ധനോട് സിംഹമുഖൻ പറയുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സമയം ഉടൻ തന്നെ എത്തിച്ചേരുമെന്ന് പറഞ്ഞ് വൃദ്ധൻ അവിടെ നിൽക്കുന്നു. ഉടൻ തന്നെ അവിടെ മുഴുവൻ ഒരു പുകമണ്ഡലമായി മാറി. അവർ കണ്ണുകൾ തുറന്നു നോക്കുന്ന സമയത്ത് തങ്ങളുടെ മുൻപിൽ ശിവഭഗവാൻ നിൽക്കുന്നു. കാരണം ശിവഭഗവാന്റെ തലയിലുള്ള ആ നദി വെള്ളത്തിൽ ആ യാഗകുണ്ട അഗ്നികളെല്ലാം തന്നെ അണഞ്ഞുപോയി കിടക്കുന്നുണ്ടായിരുന്നു. കണ്ണുകൾ തുറന്നു നോക്കുന്ന സമയത്ത് ശിവഭഗവാനും പാർവതി ദേവിയും ഋഷഭവാഹനത്തിൽ ഇരുന്നു കൊണ്ട് അസുരന്മാരെ നോക്കി, നിങ്ങളുടെ ഭക്തിയിൽ ഞാൻ സന്തോഷിക്കുന്നു, നിങ്ങൾക്ക് എന്ത് വരമാണ് വേണ്ടത് എന്ന് ശിവഭഗവാനും പാർവതി ദേവിയും ചോദിക്കുന്ന സമയത്ത് ശൂരപത്മാസുരൻ ഉടൻ തന്നെ വന്ന് ചോദിച്ചു, 108 അണ്ടങ്ങളെയും ഭരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരണം, മാത്രമല്ല എല്ലാ ലോകങ്ങളിലേക്കും ഞങ്ങൾക്ക് പോയി വരുവാനുള്ള അനുഗ്രഹവും വേണം. അതുപോലെ തന്നെ ദേവാദി ദേവന്മാർ, ഇന്ദ്രന്മാർ എല്ലാവരും തന്നെ അവരുടെ ആയുധം തങ്ങളുടെ മുന്നിൽ വെച്ച് താങ്കൾ പറയുന്നതനുസരിച്ച് മാത്രമേ ജീവിക്കുവാൻ പാടുകയുള്ളൂ. അതുപോലെ തന്നെ ബ്രഹ്മാവ്, വിഷ്ണു എല്ലാവരും ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം എന്ന് ആ ഒരു വരം ചോദിക്കുന്നു. ഇത് കേട്ട ശിവഭഗവാൻ, ശരി, ഞാൻ നിങ്ങൾക്ക് ഈ വരം തരാം, പക്ഷേ വെറും 108 യുഗങ്ങൾ മാത്രമേ നിങ്ങൾക്ക് അതിനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഒരു വരം കൊടുക്കുന്നു. 108 യുഗങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണ ചെറിയ കാലയളവല്ല എന്ന് പദ്മാസുരന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടുകൂടി ശരി എന്ന് പറയുന്നു. ഇതിനിടയിൽ ശൂരപദ്മാസുരനോട് ശിവഭഗവാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ സഹോദരന്മാർക്കും ഈ ഒരു അനുഗ്രഹം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, ഈ വരങ്ങളെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവിധ അസ്ത്രങ്ങളും ഞാൻ തന്ന് സഹായിക്കുന്നുണ്ട് എന്നുള്ള ഒരു വരം കൂടി ശിവഭഗവാൻ പദ്മാസുരന് കൊടുക്കുന്നു. പദ്മാസുരനാകട്ടെ ഒരു മുഴം മുന്നേ എന്നതുപോലെ താൻ മരണപ്പെടുകയാണെങ്കിൽ ശിവഭഗവാനെ അങ്ങയുടെ കൈകൾ കൊണ്ട് മാത്രമേ, അങ്ങയുടെ ശക്തി കൊണ്ട് മാത്രമേ എനിക്ക് മരണം സംഭവിക്കാവൂ എന്നും ചോദിക്കുന്നുണ്ട്. അതിന് ശിവഭഗവാൻ പറയുന്നുണ്ട്, എനിക്കും എൻ്റെ ശക്തിക്കും മാത്രമേ പദ്മാസുരനെ വധിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വരവും ശിവഭഗവാൻ പദ്മാസുരന് കൊടുക്കുന്നുണ്ട്. ഇനി എന്തു വേണം, എല്ലാം ഇനി എന്നാൽ നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന ആ ഒരു അഹങ്കാരത്തോടു കൂടി പദ്മാസുരനും അവൻ്റെ സഹോദരന്മാരും അസുരഗണങ്ങളോടുകൂടി നേരെ ആദ്യം ചെന്നത് തൻ്റെ പിതാവായ കാശ്യപ മഹർഷിയുടെ അടുത്തേക്കാണ്. പിതാവേ, ഞങ്ങൾ വർഷങ്ങളായി തപസ്സനുഷ്ഠിച്ച് 1008 അണ്ടങ്ങളെയും ഭരിക്കുന്ന ശക്തി ശിവഭഗവാനാൽ ഞങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞു. ലോകത്തെ സംരക്ഷിക്കുന്ന നാഥനായ ശിവഭഗവാൻ ഞങ്ങൾക്ക് വരം തന്ന് അനുഗ്രഹിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് തൻ്റെ പിതാവിനോട് സന്തോഷത്തോടുകൂടി ഈ വാർത്തകൾ പറയുമ്പോൾ ശിവഭഗവാനെ വരം കൊടുത്ത തൻ്റെ മക്കൾക്ക് ഇനി ഞാൻ എന്തു പറഞ്ഞ് മനസ്സിലാക്കുവാൻ എന്ന് വളരെ വിഷമത്തോടെ കാശ്യപ മഹർഷി അവരുടെ ഗുരുവായ ശുക്രാചാര്യരുടെ അടുത്തേക്കാണ് പറഞ്ഞയച്ചത്. അവർ നേരെ ശുക്രാചാര്യരുടെ അടുത്തേക്ക് പോയി. ശുക്രാചാര്യർക്ക് പറയുവാൻ വാക്കുകളില്ല. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് ചെയ്തത്. കാരണം ഈ ലോകമെമ്പാടും നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് ശിവഭഗവാനാണ്. ഇതിലെ ഓരോ ജീവജാലങ്ങളും പുണ്യം ചെയ്താലും പാപം ചെയ്താലും അത് അവസാനം പോയി ചേരുന്നത് ശിവഭഗവാനിൽ തന്നെയാണ്. പക്ഷേ നമുക്കിനി പാപപുണ്യങ്ങളെക്കുറിച്ച് കണക്കെടുക്കേണ്ടതായിട്ടോ അതിനെക്കുറിച്ച് സങ്കടപ്പെടേണ്ടതായിട്ടോ കാര്യമില്ല. കാരണം നിങ്ങൾക്ക് അനുഗ്രഹം തന്ന് വരം തന്നിരിക്കുന്നത് സാക്ഷാൽ ശിവഭഗവാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് ശുക്രാചാര്യർ വീണ്ടും പദ്മാസുരനോട് തങ്ങളുടെ അസുരവംശത്തെക്കുറിച്ചും അസുരന്മാരെ കണ്ടാൽ ദേവാദി ദേവന്മാർ പോലും നടുങ്ങി നിൽക്കണമെന്നുള്ള ആ ഒരു കാര്യം പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. കൊള്ളയടിച്ചോളൂ, കൊല ചെയ്തോളൂ, ദേവസ്ത്രീകളെ ഉപദ്രവിച്ചോളൂ, ആരും തന്നെ നമ്മളെ ചോദിക്കുവാൻ വരില്ല എന്നുള്ള ഒരു വാക്കും കൂടി പദ്മാസുരനോട് തൻ്റെ കുലഗുരുവായ ശുക്രാചാര്യർ പറയുകയുണ്ടായി. ഈ വാക്കുകൾ കേട്ട ഉടൻ തന്നെ ശൂരപത്മൻ തൻ്റെ പടയോടുകൂടി നേരെ അവിടെ നിന്നും ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ആദ്യം ഒരു സമ്പന്നനായിരിക്കണമെന്ന് മനസ്സിലാക്കിയ അവിടെ നിന്നും അവർ നേരെ ചെന്നത് കുബേര ഭഗവാന്റെ കൊട്ടാരത്തിലേക്കാണ്. കുബേര ഭഗവാന്റെ പട്ടണത്തിന് അളകാപുരി എന്നാണ് പേര്. അളകാപുരിയിലേക്ക് അവരുടെ പട പാഞ്ഞിറങ്ങി. ഇത് കണ്ട് ബ്രഹ്മിച്ചുപോയി കുബേര ഭഗവാൻ. അതുകൊണ്ട് തന്നെ നേരെ ഇവരുടെ മുന്നിലേക്ക് വന്ന് ശൂരപത്മനെ മുന്നിലേക്ക് വന്ന് പറഞ്ഞു, എനിക്ക് പേടിയാണ്, നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരുവാൻ സന്നദ്ധനാണ്, അതുകൊണ്ട് എന്നെയും എൻ്റെ നാടിനെയും വെറുതെ വിടൂ എന്ന് പറയുന്നു. ഞാൻ ഇന്നു മുതൽ നിങ്ങളുടെ അടിമയാണ്. നിങ്ങൾ ചോദിക്കുന്ന സമ്പത്ത് ചോദിക്കുന്ന സ്ഥലത്ത് ഞാൻ തന്നെ കൊണ്ടെത്തിക്കാം എന്ന് പറയുന്നു. പക്ഷേ ഇതൊന്നും കേൾക്കാത്ത ശൂരപത്മൻ അവിടെയുള്ള സമ്പത്തെല്ലാം തൻ്റെ പടകളോടുകൂടി എടുത്ത് അവരുടെ വാഹനത്തിൽ വെച്ച് അവിടെ നിന്ന് വീണ്ടും പുറപ്പെടുകയുണ്ടായി. അവിടെ നിന്നും അവർ നേരെ പോയത് വടകിഴക്ക് ദിശയിലേക്കാണ്. ആ ദിശയുടെ അധിപതിയായിരിക്കുന്നത് ഈശാനൻ എന്നാണ് പറയുന്നത്. പക്ഷേ ഈശൻ എന്നുള്ള പേരുള്ളത് കൊണ്ട് മാത്രം ശൂരപത്മൻ ആ ഭാഗത്തേക്ക് തൻ്റെ പടകളോട് പോകരുത് എന്ന് ആജ്ഞാപിച്ചു.
കാരണം ഈശാനന് 3 കണ്ണുകളാണ് ഉള്ളത്. ഇവനെ വെല്ലുവാൻ നമ്മളെക്കൊണ്ട് ആകും എന്നെനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, ഒരു പക്ഷേ നമ്മൾ ഇവനോട് യുദ്ധം ചെയ്യുകയുണ്ടായാൽ നമുക്ക് ശിവഭഗവാന്റെ ദേഷ്യത്തിന് ആളാകേണ്ടി വരും എന്നും കൂടി ശൂരപത്മൻ അവരോട് പറയുന്നു. ഈ ആജ്ഞ കേട്ട ഉടൻ തൻ്റെ പടകൾ അവിടെ നിന്നും നേരെ തിരിച്ച് ഇന്ദ്രലോകത്തിലേക്കാണ് പുറപ്പെട്ടത്. ഇവർ വരുന്ന വിവരമറിഞ്ഞ ഇന്ദ്രഭഗവാനാകട്ടെ നേരെ മേഘക്കൂട്ടങ്ങൾക്ക് നടുവിൽ പോയി ഒളിഞ്ഞു നിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ അമരാവതി പട്ടണം എന്നറിയപ്പെടുന്ന ഇന്ദ്രലോകത്തിൽ ഇവരുടെ അസുരഗണങ്ങളുടെ പടകൾ പോവുകയും അവിടെയുള്ള ദേവസ്ത്രീകളെയെല്ലാം തന്നെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. മാത്രമല്ല, അവിടെയുള്ള സാധനങ്ങളെല്ലാം അവർ കൊള്ളയടിക്കുകയും കൂടി ചെയ്തു. പിന്നീട് അവർ അവിടെ നിന്നും നേരെ പോയത് അഗ്നിയെ നോക്കിയാണ്. അഗ്നി സാധാരണമായ ആളാണോ? അല്ല. ധൈര്യശാലിയായ അഗ്നി ഭഗവാനാകട്ടെ തൻ്റെ ചുട്ടരിക്കും ജ്വാലയെ അവരുടെ നേർക്ക് വീശി. പക്ഷേ താരകാസുരനാകട്ടെ ശിവഭഗവാനാൽ അനുഗ്രഹിച്ച പാശുപതാസ്ത്രത്തെ അഗ്നിയുടെ മുകളിലേക്ക് എറിഞ്ഞു. ഇത് ശിവഭഗവാൻ അസുരന് കൊടുത്ത ഒരു സമ്മാനമാണ് എന്നും ശിവഭഗവാന്റെ അസ്ത്രത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ നമ്മളെ കൊണ്ട് ആകില്ല എന്ന് മനസ്സിലാക്കിയ അഗ്നി ഭഗവാനാകട്ടെ ശൂരപത്മാസുരന്റെ മുൻപിൽ തൻ്റെ പരാജയം സമ്മതിക്കുകയാണ് ചെയ്തത്. ഇതുകണ്ട ശൂരപത്മാസുരൻ അഗ്നിയെ നോക്കി പറഞ്ഞു, അഗ്നിയെ, നീ കുബേരനെ പോലെയോ ഇന്ദ്രനെ പോലെയോ എന്നെ കണ്ട് ഓടി ഒളിയുകയല്ല ചെയ്തത്. മറിച്ച് എനിക്ക് നേരെ യുദ്ധം ചെയ്യുവാൻ തയ്യാറായി വരികയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ രാജ്യം ഇന്നു മുതൽ നീ തന്നെ ഭരിച്ചോളൂ. പക്ഷേ ഇവിടെയുള്ള സമ്പത്തെല്ലാം എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞ് അവിടെയുള്ള സമ്പത്തെല്ലാം കൊള്ളയടിച്ച് അവിടെ നിന്നും നേരെ പോയത് യമലോകത്തിലേക്കാണ്. യമധർമ്മ രാജാവ്, ധർമ്മത്തിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്ന യമൻ സാധാരണക്കാരനല്ല എന്ന് ഇവർക്ക് അറിയുവാൻ സാധിച്ചില്ല. യമഭഗവാൻ വളരെ ബുദ്ധിപൂർവ്വം തൻ്റെ നാട്ടിലുള്ള സമ്പത്ത്, അതുപോലെ തന്നെ അവിടെ വിളവെടുക്കുന്ന സാധനങ്ങളെല്ലാം കൊണ്ട് തൻ്റെ കൊട്ടാരത്തിൻ്റെ, അതായത് തൻ്റെ രാജ്യത്തിൻ്റെ വാതിലിന് മുന്നിൽ പോയി കാവൽ നിൽക്കുകയാണ് ചെയ്തത്. കാരണം ഇവർ വന്നാൽ തൻ്റെ രാജ്യത്തിലേക്ക് കടക്കാൻ വിടാതെ അവിടെ നിന്ന് തന്നെ അവർക്ക് ആവശ്യമായതെല്ലാം കൊടുത്ത് തിരിച്ചു വിടാമെന്നുള്ള ആ ഒരു ധൈര്യത്തിൻ്റെ പേരിലാണ് യമഭഗവാൻ അവിടെ പോയി കാവൽ നിന്നത്. കൂടാതെ അവരോട് തൻ്റെ രാജ്യം നശിപ്പിക്കരുത് എന്നും ആർക്കെങ്കിലും വിധി അവസാനിച്ചെങ്കിൽ പോലും നിങ്ങളുടെ അനുവാദമില്ലാതെ അവരെ ഞാൻ യമലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരില്ല എന്ന് പറയുകയും ചെയ്തു. മാത്രമല്ല, ഇതുപോലെ തന്നെ വായുലോകത്തും വരുണലോകങ്ങളും എല്ലാം തന്നെ വിജയം കൈവരിക്കുവാൻ അസുരക്കൂട്ടങ്ങൾക്ക് സാധിച്ചു. ഇനി അസുരഗണങ്ങളുടെ ഉന്നം എന്ന് പറയുന്നത് വൈകുണ്ഠമായിരുന്നു. മഹാവിഷ്ണു അനന്ത ശയനത്തിലിരിക്കുന്ന സമയത്ത് വൈകുണ്ഠത്തെ നോക്കി പുറപ്പെട്ട അസുരഗണങ്ങളെ കണ്ട് മഹാലക്ഷ്മിയും അതുപോലെ തന്നെ ശ്രീദേവിയും വളരെയധികം കലങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഉടൻ തന്നെ അവർ ഇരുവരും ഉറക്കത്തിലിരിക്കുന്ന ഭഗവാന്റെ പക്കലേക്ക് പോയി ചോദിച്ചു, എന്താണ് എപ്പോഴും ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്? ആദിശേഷന്റെ മുകളിൽ കിടന്നുറങ്ങിയാൽ നിങ്ങൾക്ക് വീട്, അതുപോലെ തന്നെ നഗരം ഒന്നും തന്നെ ആവശ്യമില്ല അല്ലേ എന്ന് പറഞ്ഞ് വളരെ വിഷമത്തോടുകൂടി ചോദിക്കുമ്പോൾ പുഞ്ചിരിയോടുകൂടി നമ്മുടെ ഭഗവാൻ പറയുന്നുണ്ട്, ദേവി, എനിക്ക് എല്ലാം തന്നെ അറിയാം. ചില സമയങ്ങളിൽ നമ്മൾ ഭക്തരെ പരീക്ഷിക്കുന്നു, പക്ഷേ പല സന്ദർഭങ്ങളിലും ഭക്തർ നമ്മളെ പരീക്ഷിക്കുന്നുണ്ട് എന്നും കൂടി പറയുന്നുണ്ട്. അസുരന്മാർ വളരെയധികം വലിയ തപസ് അനുഷ്ഠിച്ചതിനു ശേഷം എൻ്റെ തൃക്കണ്ണൻ എന്നറിയപ്പെടുന്ന എൻ്റെ സഹോദരി ഭർത്താവിനോട് അനുഗ്രഹം വരം വാങ്ങിയവരാണ് ഇവർ. അതുകൊണ്ട് ഇവരെ നമുക്കൊന്നും തന്നെ ചെയ്യുവാൻ സാധിക്കില്ല. വേണമെങ്കിൽ ഞാനും എൻ്റെ നാട്ടിലുള്ള സകല സമ്പത്തുക്കളും അവരുടെ പക്കലിലേക്ക് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ഈ സമയത്തിനുള്ളിൽ അസുരപ്പട വൈകുണ്ഠത്തെ നോക്കി വരികയും ചെയ്തു. അസുരഗണങ്ങളോടുള്ള യുദ്ധത്തിന് മഹാവിഷ്ണുവും ഒരുങ്ങി. തൻ്റെ കയ്യിലുള്ള പാഞ്ചജന്യം എന്നറിയപ്പെടുന്ന വിജയശംഖും നന്ദകം എന്നുള്ള കത്തിയും അതുപോലെ തന്നെ കൗമോദകി എന്ന ഗദയും മാത്രമല്ല സുദർശന ചക്രം അതുപോലെ തന്നെ സാരംഗം എന്നുള്ള വില്ലും എല്ലാം എടുത്ത് യുദ്ധത്തിന് തയ്യാറായി കഴിഞ്ഞു. ശിവഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇവരെ തനിക്ക് തോൽപ്പിക്കുവാനാവില്ല എന്നറിഞ്ഞും ഭഗവാൻ യുദ്ധത്തിന് പുറപ്പെടുകയാണ് ചെയ്യുന്നത്. 12 വർഷങ്ങൾ കടും യുദ്ധം നടന്നു. പക്ഷേ ഒരിക്കലും തന്നെ ഇവരാൽ ജയിക്കാൻ സാധിക്കില്ല എന്നറിഞ്ഞ നാരായണ ഭഗവാനാകട്ടെ അവരുടെ നേരെ തൻ്റെ ചക്രായുധത്തെയാണ് എറിഞ്ഞത്. അത് താരകാസുരൻ്റെ നെഞ്ചിൽ പോയി പതിക്കുകയും ഇത് തൻ്റെ സമ്മാനമാണ് എന്ന് മഹാവിഷ്ണു താരകാസുരനോട് പറയുകയും കൂടി ചെയ്തു. മഹാവിഷ്ണുവിൻ്റെ സമ്മാനം സന്തോഷത്തോടുകൂടി സ്വീകരിച്ച അവരാകട്ടെ അവിടെ നിന്നും തിരിച്ചു. അവിടെ നിന്നും അവർ നേരെ കൈലാസനാഥൻ്റെ കൈലാസത്തിലേക്കാണ് പോയത്. തങ്ങൾ ഈ എല്ലാ ലോകത്തെയും കീഴ്പ്പെടുത്തിയ വിവരം സന്തോഷത്തോടുകൂടി ശിവഭഗവാനെ അവർ അറിയിക്കുന്നു. ശിവഭഗവാൻ അവരെ വീണ്ടും അനുഗ്രഹിക്കുന്നു. ഈ സമയം ദേവാദി ദേവന്മാരെല്ലാം ശിവഭഗവാന്റെ അടുത്തേക്ക് വരുവാൻ ഇനി സാധിക്കില്ല എന്ന് മനസ്സിലാക്കി നേരെ അവിടെ നിന്നും വൈകുണ്ഠത്തിലേക്കാണ് ഓടുന്നത്. പരമശിവൻ അസുരന്മാർക്ക് ഈ ഒരു വരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, ഇത് ന്യായമാണോ, ഇത് ധർമ്മമാണോ എന്നെല്ലാം ഓരോരുത്തരും ഓരോ ചോദ്യങ്ങൾ മഹാവിഷ്ണുവിൻ്റെ നേർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് ദേവന്മാർ പോലും വിചാരിക്കാത്ത ഒരു കാര്യം മഹാവിഷ്ണു പറയുന്നത്. ഒരിക്കൽ ദക്ഷൻ ഒരു മഹായാഗം നടത്തുകയും ആ യാഗത്തിന് ശിവഭഗവാന് ക്ഷണമില്ല
ഫലമില്ല എന്ന് അറിഞ്ഞിട്ട് പോലും നിങ്ങൾ എല്ലാവരും ആ യാഗത്തിൽ പങ്കെടുത്തു. അന്ന് പാർവതീദേവി നിങ്ങൾക്ക് തന്ന ശാപത്തിൻ്റെ ഫലമായാണ് ഇപ്പോൾ നിങ്ങൾ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മഹാവിഷ്ണു വ്യക്തമായി തന്നെ ദേവാദിദേവന്മാരോട് ഈ കാര്യം പറയുകയുണ്ടായി. മാത്രമല്ല, ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്തേണ്ടത് ശിവഭഗവാൻ തന്നെയാണ്. അതിന് ഞാൻ ആളല്ല എന്നും കൂടി പറയുന്നുണ്ട്. പരന്താമൻ പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് ദേവന്മാരെല്ലാം മനസ്സിലാക്കുകയും അവർ അവരുടെ മുന്നിൽ തല കുനിഞ്ഞു നിൽക്കുകയും ചെയ്തു. 108 യുഗങ്ങൾ ഈ അസുരൻ്റെ കീഴിൽ തന്നെ ഞങ്ങൾ കൊടുമകൾ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് വളരെ വിഷമത്തോടുകൂടി അവിടെ നിന്നും പോവുകയാണ് ചെയ്തത്. ഇനി രണ്ടാമത്തെ പ്രാവശ്യമായി ശിവഭഗവാനെ കാണുവാൻ അസുരന്മാർ ശിവലോകത്തിലേക്ക് ചെന്നു. കാരണം അസുരപ്പടകൾ എല്ലാവരും ചേർന്ന് വീരമഹേന്ദ്രപുരം എന്നുള്ള ഒരു നഗരത്തെ സ്ഥാപിക്കുകയും അതിൻ്റെ കിരീടധാരണത്തിനായി ശിവഭഗവാനെ ക്ഷണിക്കുകയും ചെയ്തു. ബ്രഹ്മദേവനും അതുപോലെ തന്നെ മഹാവിഷ്ണുവും ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ മഹാവിഷ്ണുവിനെ അവർ വീണ്ടും വൈകുണ്ഠത്തിലേക്ക് തന്നെ തിരിച്ചയക്കുകയും മാത്രമല്ല ദേവലോകത്തിൻ്റെ തലവനായ ഇന്ദ്രഭഗവാനെ വെറ്റില മുറുക്ക് ചവച്ചു തുപ്പുന്ന ആ പാത്രം പിടിക്കുവാനും ഏൽപ്പിച്ചു. വായു ഭഗവാൻ സാമരം വീശുകയും പണസഞ്ചി വെച്ചുകൊണ്ടിരിക്കുന്ന കുബേരഭഗവാന്റെ കയ്യിൽ അടയ്ക്കാസഞ്ചി കൊടുക്കുകയും ചന്ദ്രഭഗവാനും സൂര്യഭഗവാനും പൂക്കൾ പിടിക്കുന്ന കൂടകൾ കൊടുക്കുവാനും അതുപോലെ തന്നെ ദേവാദിദേവന്മാർക്കെല്ലാവർക്കും ഓരോ ജോലികൾ ഏൽപ്പിക്കുകയും കൂടെ ചെയ്തു. മാത്രമല്ല, മഹേന്ദ്രപുരിയെ നിർമ്മിച്ചത് വിശ്വകർമാവായിരുന്നു. അവരുടെ മകളായ പത്മകോമളത്തെ പത്മാസുരൻ വിവാഹം കഴിക്കുകയും ചന്ദ്രഭഗവാന്റെ അനുവാദത്തോടുകൂടി ലോകത്തുള്ള എല്ലാ സുന്ദരികളെയും മയക്കി തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുവാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. ഭർത്താവ് അസുരനാണെങ്കിൽ പോലും ഭർത്താവിന് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ പത്മകോമളം ചെയ്തു കൊടുത്തു. അവൾ തീവ്രമായ ഒരു ശിവഭക്തയായിരുന്നു. ഇവർക്ക് 2 പേർക്കും 4 മക്കളുണ്ടായി. ഭാനുഗോപൻ, അഗ്നിമുഖൻ, ഇരണ്യൻ, വജ്രഭാഗു എന്നിങ്ങനെയുള്ള 4 മക്കളാണ് ഇവർക്ക് ഉണ്ടായത്. മാത്രമല്ല, ശൂരപത്മാസുരന് മറ്റു സ്ത്രീകളിൽ 3000 മക്കൾ ഉണ്ടായതായും ഇതിൽ പറയപ്പെടുന്നുണ്ട്. ശൂരപത്മാസുരന്റെ അനുജൻ സിംഹമുഖന് അസുരപുരി എന്നുള്ള നഗരത്തെയും കൂടാതെ യമഭഗവാന്റെ മകളായ വിഭൂതികയെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. സിംഹമുഖനും ഇതുപോലെ പരസ്ത്രീകളിൽ ഒരുപാട് മക്കൾ ഉണ്ടാവുകയും ആ മക്കളോടുകൂടി തന്നെയാണ് അസുരപുരിയിൽ ജീവിച്ചു വരികയും ചെയ്തത്. ഇനി താരകാസുരന് മായാപുരി എന്നുള്ള നഗരം കൊടുക്കുകയും നൃതിയിൻ മകളായ സൗരികയെ വിവാഹം ചെയ്യുകയും മാത്രമല്ല പരസ്ത്രീകളിൽ ജ്യേഷ്ഠന്മാരെ പോലെ തന്നെ ഒരുപാട് മക്കളോടുകൂടി ആ രാജ്യം ഭരിക്കുകയും ചെയ്തു. റാണിക്കും രാജാവിനും അസുരേന്ദ്രൻ എന്നുള്ളൊരു പുത്രനും കൂടി ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഇവരുടെ സഹോദരിയായ അജമുഖിയാകട്ടെ താൻ ആരെയെല്ലാം ഇഷ്ടപ്പെടുന്നുവോ അവരെയെല്ലാം വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ അവരോടൊപ്പം ജീവിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി വളരെ കൊടൂരമായ സ്വഭാവത്തോടുകൂടി അങ്ങും ഇങ്ങും നടന്നുകൊണ്ടിരുന്നു. ദേവന്മാരോട് മാത്രമല്ല അജമുഖി ദുഷ്ടത്തരങ്ങൾ ചെയ്തു വന്നിരുന്നത്. ദുർവാസാവിനോടും തന്നെ വിവാഹം കഴിക്കണമെന്നുള്ള ആ ഒരു ആവശ്യം ഉന്നയിച്ചു. ദുർവാസാവ് അതിന് സാധിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒരുപാട് കൊടുമകൾക്ക് ശേഷം ദുർവാസാവിനും അജമുഖിക്കും ഇൽവലൻ, വാതാബി എന്ന 2 മക്കൾ പിറന്നു. ഇവർ തൻ്റെ പിതാവിൻ്റെ തപശക്തിയെല്ലാം തങ്ങൾക്ക് വേണമെന്ന് വാശി പിടിച്ചു. ദുർവാസാവു അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത് കേട്ട ഉടൻ തന്നെ 2 മക്കളും ദുർവാസാവിനെ കൊല്ലുവാനായിട്ട് തയ്യാറായി. ഇതു കണ്ട ദുർവാസാവ് തൻ്റെ മക്കൾക്ക് ഒരു ശാപം കൊടുത്തു. നിങ്ങൾക്കൊരു മുനീശ്വരൻ്റെ കൈകൾ കൊണ്ട് തന്നെ മരണം വന്നു ചേരട്ടെ എന്നുള്ളൊരു ശാപം. പക്ഷേ ഇതൊന്നും കണക്കിലാക്കാതെ ഇൽവലൻ ബ്രഹ്മാവിനെ നോക്കി കടും തപസ്സനുഷ്ഠിച്ചു. തൻ്റെ അനുജനായ വാതാപിയെ വെട്ടി അഗ്നികുണ്ഡത്തിലേക്ക് ഇട്ടതിനു ശേഷം ബ്രഹ്മദേവനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ബ്രഹ്മദേവനാകട്ടെ ഇൽവലൻ്റെ ആ ഒരു തപസ്സിൽ സംതൃപ്തനാവുകയും ഇൽവലനോട് എന്തു വരമാണ് വേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ തൻ്റെ അനുജനെ താൻ വെട്ടി അഗ്നികുണ്ഡത്തിലേക്ക് ഇട്ടിട്ടുണ്ട്, താൻ എപ്പോഴെല്ലാം ക്ഷണിക്കുന്നുവോ അപ്പോഴെല്ലാം അവൻ വീണ്ടും തിരികെ വരണം എന്നുള്ള ആ ഒരു വരമാണ് ബ്രഹ്മദേവനോട് ഇൽവലൻ ചോദിച്ചത്. ബ്രഹ്മദേവൻ ആ വരം അവന് കൊടുത്ത് അനുഗ്രഹിച്ചു. ഇൽവലനാകട്ടെ അന്തണർകൾ എന്നറിയപ്പെടുന്ന പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നവരെ തൻ്റെ വീട്ടിൽ തിഥി നടക്കുന്നുണ്ട്, താങ്കൾ വരണമെന്ന് വിളിക്കുകയും അവർ എല്ലാവരും വരുന്ന സമയത്ത് അവർക്ക് അതിനുള്ള ഭക്ഷണം കൊടുക്കുകയും ഈ സമയത്ത് തൻ്റെ സഹോദരനായ വാതാപിയെ വരുത്തി അന്തണർകളുടെ വയറിലേക്ക് കയറ്റിവിടുകയും ചെയ്യും. ഈ സമയത്ത് അന്തണർകൾക്ക് തങ്ങൾ എത്ര ഭക്ഷണം കഴിക്കുന്നു എന്നറിയാതെ ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കുകയും തങ്ങളുടെ വയർ പൊട്ടി അതിനകത്ത് നിന്ന് വാതാപി പുറത്തേക്ക് വരികയും ചെയ്യും. ഇങ്ങനെ ഒരുപാട് വേദം പഠിച്ച അന്തണർകളെ കൊല്ലുവാൻ ഇൽവലൻ തയ്യാറായിക്കൊണ്ടിരുന്നു. ഈ ഒരു സമയത്ത് ഇന്ദ്രഭഗവാന്റെ ഭാര്യയായ ഇന്ദ്രാണിയുടെ മുകളിൽ ശൂരപത്മന് ആഗ്രഹം വരികയും ശൂരപത്മൻ ആ ഇന്ദ്രാണിയെ പിടിച്ചു കൊണ്ടുവരുവാൻ ആജ്ഞാപിക്കുകയും ചെയ്തപ്പോൾ ഇന്ദ്രാണി അവിടെ നിന്നും ഓടിയൊളിച്ചു. അവരെ അവിടെ നിന്നും രക്ഷപ്പെടുത്തിയത് ശിവഭഗവാന്റെ പുത്രനായ ശാസ്താവാണ്. ഈ സമയത്ത് അജമുഖി ഇന്ദ്രാണി ഉള്ള സ്ഥലത്തേക്ക് വരികയും ഇന്ദ്രാണിയെ തൻ്റെ സഹോദരൻ്റെ മുന്നിലേക്ക് എത്തിക്കുവാൻ തയ്യാറാവുകയും ചെയ്യുന്ന സമയത്ത് ശാസ്താവിൻ്റെ കാവലനായ മഹാകാളർ ശൂരപത്മൻ്റെ സഹോദരിയായ അജമുഖിയുടെ കൈകളെ വെട്ടുകയാണ് ചെയ്യുന്നത്. ഈ വെട്ടോടുകൂടി അസുരന്മാർക്കും ദേവന്മാർക്കും വീണ്ടും പക കൂടുകയാണ് ചെയ്തത്. ദേവാദിദേവന്മാരെയെല്ലാം അസുരന്മാർ
പിടിച്ച് ജയിലിലടക്കുകയും അവരെ വളരെ അധികം ദ്രോഹിക്കുകയും ചെയ്തു. ദേവന്മാർക്ക് എന്തു ചെയ്യണമെന്ന് ഒരു എത്തും പിടിയും കിട്ടിയില്ല. അവർ വളരെയധികം വിഷമത്തോടുകൂടി നിന്നു. ഒരു പ്രാവശ്യം ഞങ്ങൾ ചെയ്ത തെറ്റിൻ്റെ ഫലമായി കാലാകാലങ്ങളായി ഞങ്ങൾ ദ്രോഹങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ഭഗവാനെ എന്നോർത്ത് അവർ വളരെയധികം വിഷമിച്ചു. വീണ്ടും ദേവന്മാരെല്ലാവരും ചേർന്ന് മഹാവിഷ്ണുവിനെ നോക്കി പാഞ്ഞു. മഹാവിഷ്ണു പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. അനുഗ്രഹം കൊടുത്തത് തൃക്കണ്ണനാണ്. തൃക്കണ്ണനോ അല്ലാതെ ഇതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ വേറെ ആരെക്കൊണ്ടും സാധിക്കില്ല എന്ന് മനസ്സിലാക്കി അവർ എല്ലാവരും ചേർന്ന് നേരെ ശിവലോകത്തേക്ക് ചെന്നു. ഇവർ അവിടെ ചെല്ലുന്ന സമയത്താണ് ഭൂലോകത്തിലെ പർവ്വതരാജന്റെ മകളായ പാർവതി ദേവിയെ ശിവഭഗവാൻ വിവാഹം കഴിച്ചു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ സമയത്താണ് ദേവന്മാരും മഹാവിഷ്ണുവും എല്ലാവരും ശിവഭഗവാനെ ദർശനം ചെയ്യുവാനായിട്ട് വന്നിരിക്കുന്നത്. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പറയുകയാണ്, അയ്യനെ അയ്യനെ എന്ന് പറഞ്ഞാൽ ശിവഭഗവാനെ, അസുരന്മാർ ഞങ്ങളെ ഒരുപാട് കൊടുമകൾ ചെയ്തു, ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തു, ഞങ്ങളുടെ ലോകങ്ങളെയെല്ലാം പിടിച്ചടക്കി, ഞങ്ങളുടെ ആയുധങ്ങളെയെല്ലാം പിടിച്ചടക്കി. ദേവന്മാർ എല്ലാവരും അവർക്ക് പണിവിട ചെയ്തുകൊണ്ടിരുന്നു. വേദം പഠിച്ച അന്തണർകളെയെല്ലാം വാതാപി എന്ന അസുരൻ കൊല്ലുകയും മാത്രമല്ല നവഗ്രഹങ്ങൾ അവരുടെ ജോലികൾ ചെയ്യാൻ പറ്റാതെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയും കൂടാതെ ഞങ്ങൾക്ക് ദ്രോഹങ്ങൾക്കുമേൽ ദ്രോഹം ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം ഞങ്ങൾ സഹിച്ചു. പക്ഷേ അടുത്തവരുടെ ഭാര്യ എന്ന് അറിഞ്ഞിട്ട് പോലും ഇന്ദ്രാണിയെ ശൂരപത്മാസുരൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഇത് എങ്ങനെ ഞങ്ങൾ സഹിക്കും? ഇത് ഞങ്ങൾ ആരോട് പോയി പറയും? ഇതിന് ഒരു അവസാനമില്ലേ? ഇന്ദ്രാണിയെ ശൂരപത്മൻ പിടിക്കുവാൻ ചെന്നപ്പോൾ മകനായ ജയന്തൻ അത് തടയുകയും അവനെപ്പോലും ഇപ്പോൾ വെറുതെ വിടാതെ കാരാഗ്രഹത്തിൽ അടച്ചു വെച്ചിരിക്കുകയുമാണ് ചെയ്തത്. ഞങ്ങൾക്ക് ഇതിനൊരു അവസാനമില്ലേ ഭഗവാനെ? ഞങ്ങളെ രക്ഷിക്കില്ലേ? ഞങ്ങൾ ഇനിയും ആരോടാണ് പോയി ചോദിക്കേണ്ടത്? ഇനിയും നിങ്ങൾ ക്ഷമയോടുകൂടിയിരുന്നാൽ ഈ ദേവലോകമേ ഇല്ലാതായി പോകുമെന്ന് ശിവഭഗവാന്റെ അടുത്തേക്ക് പറയുന്ന സമയത്ത് ശിവഭഗവാൻ ഒന്നും അറിയാത്ത ആളാണോ? അല്ല, എല്ലാം അറിഞ്ഞിരിക്കുന്ന ഭഗവാനാണ് ശിവഭഗവാൻ. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നതെല്ലാം വളരെ ക്ഷമയോടുകൂടി കേട്ടിരുന്നു. പിന്നീട് ഭഗവാൻ പതുക്കെ പറഞ്ഞു, വിഷമിക്കേണ്ട, നിങ്ങളെ ഇനി ദ്രോഹിക്കുവാൻ ഞാൻ അസുരരെ അനുവദിക്കില്ല. അവർക്ക് ഈ ലോകം മാത്രമേ ജനിക്കുവാനുള്ള അവകാശം കൊടുത്തിരുന്നുള്ളൂ. പക്ഷേ ഏതൊരു സമയത്ത് ആഗ്രഹമില്ലാത്ത ഒരു പെണ്ണിനു മുകളിൽ കൈവച്ചോ അന്നു മുതൽ അവരുടെ ആ ഒരു അഴിവ് എന്നുള്ള കാലം തുടങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല, നിങ്ങൾ ചെയ്ത തെറ്റിൻ്റെ ഫലമായാണ് നിങ്ങൾ ഇതുവരെയും അനുഭവിച്ചത്. ഇനി നിങ്ങൾക്ക് സുഖമായി ജീവിക്കാം. അതിനുവേണ്ടി എന്നിലും ശക്തിയിലും ഉണ്ടാകുന്ന വടിവേലൻ നിങ്ങളെ കാത്തുരക്ഷിക്കുവാൻ വേണ്ടി വരുവാനുള്ള സമയം ഇതാ ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മുടെ ശിവഭഗവാൻ ദേവന്മാരോട് പറയുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ സ്കന്ദൻ്റെ തിരു അവതാരമായി കഴിഞ്ഞു അല്ലേ? കേൾക്കുന്ന നമുക്കേ ഇത്രയും സന്തോഷം തോന്നുന്നുവെങ്കിൽ അത് അനുഭവിക്കുന്ന ദേവന്മാർക്ക് എത്രമാത്രം സന്തോഷമുണ്ടാകും. അവരുടെ ജീവിതത്തിൽ ഇനി സന്തോഷത്തിൻ്റെ നാളുകളാണ് എന്നറിയുമ്പോൾ അവർക്ക് എത്രമാത്രം സന്തോഷമുണ്ടാകും. ആ സന്തോഷത്തോടു കൂടി തന്നെ ശിവഭഗവാനോട് ദേവന്മാർ ചോദിച്ചു, അയ്യനെ, ഞങ്ങളെ രക്ഷിക്കുവാൻ പോകുന്ന വേലവൻ എപ്പോൾ ജനിക്കും എന്നുള്ള കാര്യം. ഇത് കേട്ട ഉടനെ ശിവഭഗവാൻ വളരെ പതുക്കെ തൻ്റെ മുഖത്തെ പാർവതീദേവിയുടെ മുഖത്തിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി നോക്കി. ആ സമയത്ത് ഭഗവാന്റെ തിരുനെറ്റിയിൽ നിന്നും ഒരു അതിഭയങ്കരമായ അഗ്നിഗോളം രൂപാന്തരപ്പെട്ടു. ആ അഗ്നിയുടെ ജ്വാലയിൽ അവിടെ ആർക്കും നിൽക്കാൻ സാധിക്കാതെ പാർവതീദേവി അടക്കം പിന്നോട്ട് ഓടുകയാണ് ചെയ്തത്. ആ അഗ്നിഗോളം 6 തീപിളർപ്പായി മാറുകയും ചെയ്തു. പേടിയോടെയും ഭക്തിയോടുകൂടിയും നോക്കി നിന്ന ദേവന്മാരെ ശിവഭഗവാൻ നോക്കി പറഞ്ഞു, പേടിക്കണ്ട, ഈ 6 തീഗോളങ്ങളിൽ നിന്നും 6 മുഖം കൊണ്ട ഒരു പുത്രൻ എനിക്ക് ജനിക്കുവാൻ പോകുന്നു. അവനാണ് ഇനി നിങ്ങളെ രക്ഷിക്കുവാൻ പോകുന്ന ദേവൻ എന്നുള്ള കാര്യം. ഈ സമയത്ത് ദേവന്മാർക്കൊരു സംശയം, എങ്ങനെയാണ് ഈ അഗ്നിഗോളങ്ങളെ ഞങ്ങൾ കൈകളിൽ എടുത്തുകൊണ്ട് പോകുന്നത് എന്ന്. അതിനും മറുപടിയായി ശിവഭഗവാൻ പറഞ്ഞു, വിഷമിക്കേണ്ട, ചരവണപ്പൊയ്കയിൽ തൻ്റെ മകൻ 6 കുഞ്ഞുങ്ങളായി വളരുമെന്നും ആ കുഞ്ഞുങ്ങളെ ആരാണ് വളർക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ പറയുക എന്നും പറയുന്നു. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്ന സമയത്ത് 6 ഋഷി പത്നിമാർ ശിവഭഗവാന്റെ മുൻപിലേക്ക് വന്ന് പറഞ്ഞു, ദേവാദിദേവ, ഞങ്ങൾ ആ കുട്ടികളെ നോക്കി വളർത്താമെന്ന്. ആ 6 കാർത്തിക സ്ത്രീകളെയും ശിവഭഗവാൻ അനുഗ്രഹിച്ചു. മാത്രമല്ല, നമ്മുടെ മഹാവിഷ്ണു പറഞ്ഞു, നിങ്ങൾ ആ കുട്ടികളെ എടുത്തു വളർത്തുക എന്ന്. അവർ നേരെ ശരവണപ്പൊയ്കയിലേക്ക് പോയി. അവിടെ താമരയുടെ മുകളിൽ ഒരു പുഞ്ചിരിയോടുകൂടി 6 കുഞ്ഞുങ്ങൾ കൈകാലിട്ടടിച്ച് കളിക്കുന്നത് കണ്ടു. അവർ 6 പേരും 6 കുഞ്ഞുങ്ങളെയും വാരിയെടുത്തു. കുട്ടികളെ വാരിയെടുക്കുമ്പോൾ ഏതൊരു സ്ത്രീകൾക്കും അമ്മമാരായിട്ടാണ് അവർക്ക് തോന്നുന്നതല്ലേ? അതുപോലെ തന്നെ അവരെ വളർത്തുവാൻ പോകുന്ന അമ്മമാരായിട്ട് കാർത്തിക സ്ത്രീകൾക്കും ആ ഒരു നിമിഷത്തിൽ തോന്നി എന്നാണ് പറയുന്നത്.
അവർ അറിയാതെ തന്നെ അവരുടെ മാർബിൽ നിന്നും പാലുകൾ ചുരന്ന് പൊങ്ങി വന്നു. ആ 6 കുഞ്ഞുങ്ങളും ആ പാൽ കുടിച്ച് വളരുകയും ചെയ്തു. വളരെയധികം കുസൃതിയോടുകൂടി തന്നെയാണ് 6 കുട്ടികളെയും ആ കാർത്തിക സ്ത്രീകൾ വളർത്തിയത്. മാത്രമല്ല കുറച്ച് കാലത്തിനു ശേഷം അവർ പതുക്കെ പതുക്കെ നടന്ന് ഓടി കളിക്കുവാനായിട്ട് തുടങ്ങി. ഈ സമയത്ത് കൈലാസത്ത് ശിവഭഗവാന്റെ നെറ്റിക്കണ്ണിൽ നിന്നും വന്ന ആ അഗ്നിഗോളത്തെ കണ്ട് ദേവന്മാർ പേടിച്ചോടുന്ന കൂട്ടത്തിൽ പാർവതീദേവിയും ഓടി. പുതിയതായി വിവാഹം കഴിഞ്ഞു നിൽക്കുന്ന പാർവതീദേവിയുടെ കാലിൽ ഒരു ചിലങ്കയുണ്ടായിരുന്നു. ആ ഓടുന്ന സ്പീഡിൽ തന്നെ ദേവിയുടെ ചിലങ്കയുടെ മുത്തുകളെല്ലാം തന്നെ 9 സ്ഥലത്തേക്ക് തെറിച്ചു വീണു. അതിൽ ഓരോ മുത്തിനും ഭഗവാൻ ഓരോ പേര് കൊടുത്തു. ആ പേരാണ് രക്തവല്ലി എന്നുള്ളത്. അതായത് ചുവന്ന കല്ലിനെ രക്തവല്ലി എന്നും മുത്തിനെ തരളവല്ലി എന്നും പുഷ്യരാഗം അല്ലെങ്കിൽ പുഷ്പരാഗത്തെ പവുഷിവല്ലി എന്നും മാത്രമല്ല കോമോദക തിലക വജ്രവല്ലി അതായത് വജ്രത്തെ വജ്രവല്ലി എന്നും മരകതവല്ലി എന്നും പവളവല്ലി എന്നും നീലവല്ലി ഭൈരവവല്ലി എന്നിയുള്ള പേരുകൾ ശിവഭഗവാൻ അവർക്ക് കൊടുത്തനുഗ്രഹിച്ചു. ഇത് നവദേവിമാരായിട്ടാണ് കരുതപ്പെടുന്നത്. ഒന്നും അറിയാത്ത ആളല്ലല്ലോ നമ്മുടെ ഭഗവാൻ. അതുകൊണ്ട് തന്നെ ഈ 9 സ്ത്രീകൾക്കും തൻ്റെ നോട്ടത്തിൽ നിന്ന് തന്നെ ഗർഭം ഉണ്ടാകുകയാണ് ചെയ്തത്. ഈ ഒരു കാരണത്താൽ പാർവതി ദേവിക്ക് ഈ നവദേവിമാരോടും വളരെയധികം ദേഷ്യമാണ് തോന്നിയത്. ആ ദേഷ്യത്തിൻ്റെ ഫലമായി ആ സ്ത്രീകളെ നോക്കി പാർവതീദേവി പറഞ്ഞു, ഈ ഗർഭം നിങ്ങളുടെ വയറിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ ഒരുപാട് കാലമെടുക്കും എന്ന് പറഞ്ഞു. അവരാകട്ടെ ആ ഗർഭം ചുമന്ന് ഒരുപാട് കാലങ്ങൾ പോയിക്കൊണ്ടിരുന്നു. അവർക്ക് ഇനി സഹിക്കുവാൻ പറ്റില്ല എന്ന് വന്നു. ശിവഭഗവാൻ പാർവതീദേവിയെ എന്തെല്ലാമോ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. പക്ഷേ പാർവതീദേവി ആ സമയത്തൊന്നും ശിവഭഗവാൻ പറയുന്നത് കേൾക്കുവാൻ തയ്യാറായിരുന്നില്ല. ഈ സമയത്ത് ഗർഭമേറിയ ഈ ദേവിമാർക്ക് അവരുടെ ഗർഭാവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരുവാനായിട്ട് ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരുന്നു. വളരെയധികം ഉഷ്ണം അവരുടെ ദേഹത്തിൽ നിന്നുണ്ടായി. ആ ഉഷ്ണത്തിൽ നിന്നും വിയർപ്പ് വന്നു. ആ വിയർപ്പുകൾ ഓരോന്നും ഭൂമിയിലേക്ക് വന്നു. ആ വിയർപ്പുകൾ പിളർന്ന് അതിൽ നിന്നും കോടാലി അതുപോലെ തന്നെ ശൂലം തുടങ്ങിയ ആയുധങ്ങൾ ഉണ്ടായി. മാത്രമല്ല അതെല്ലാം പിടിച്ചുകൊണ്ടുള്ള വീരന്മാരും ഉണ്ടായി. അങ്ങനെ അവരുടെ വിയർപ്പിൽ നിന്നും ലക്ഷക്കണക്കിന് വീരാതി വീരന്മാരാണ് ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. ഇത് കണ്ടതിനു ശേഷമാണ് നമ്മുടെ പാർവതീദേവിക്ക് ശിവഭഗവാൻ കാര്യമില്ലാതെ ഇതൊന്നും ചെയ്യില്ല എന്ന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ അവർക്ക് വീണ്ടും പാർവതീദേവിയും ശിവഭഗവാനും കൂടി ചേർന്ന് ഗർഭം പ്രസവിച്ചെടുക്കുവാനുള്ള അനുവാദവും അതുപോലെ തന്നെ അവർക്കൊരു വരം കൂടി കൊടുത്തിരുന്നു. കാവൽ ദൈവമായ നവകാളിമാരായി മാറട്ടെ എന്നുള്ള ആ ഒരു വരമാണ് കൊടുത്തിരുന്നത്. മാത്രമല്ല പാർവതീദേവിക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുവാനും അവർക്കുള്ള ആ ഒരു അനുഗ്രഹം പാർവതീദേവിയും ശിവഭഗവാനും കൊടുത്തിരുന്നു. മാത്രമല്ല ഇവർ 9 പേരും പ്രസവിച്ചെടുത്ത കുഞ്ഞുങ്ങളുടെ പേര് ഞാൻ ഇവിടെ പറയാം. രക്തവല്ലി ജന്മം കൊടുത്ത കുഞ്ഞിൻ്റെ പേര് വീരബാഹു എന്നും, തരളവല്ലിക്ക് വീരകേശരി എന്നും, പൗഷ്യവല്ലിക്ക് വീരമഹേന്ദ്രൻ, കോമോദക തിലകാവുക്ക് വീരമഹേശ്വരൻ, വജ്രവല്ലിക്ക് വീരരക്ഷസൻ, മരകതവല്ലിക്ക് വീരമാർത്താണ്ഡൻ, പവളവല്ലിക്ക് വീരനന്ദകൻ, നീലവല്ലിക്ക് വീരധീരൻ, വൈരവല്ലിക്ക് വീരവൈരവൻ ആകിയ കുട്ടികളാണ് പിറന്നെടുത്തത്. ഇവരെല്ലാവരും തന്നെ അതായത് ആദ്യം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? ഈ 9 സ്ത്രീകളും ഗർഭമേറിയ സമയത്ത് ഇവരുടെ വിയർപ്പിൽ നിന്ന് വരുന്ന ആ ഓരോ തുള്ളികളും വെടിച്ചു വരുന്ന സമയത്ത് ഓരോ വീരന്മാരായി രൂപാന്തരപ്പെട്ടു. ഇനി ഇവർക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു സേനാധിപതി വേണ്ടേ? അതിനുവേണ്ടി 9 മക്കൾ, അതായത് ഞാൻ ഈ പറഞ്ഞ 9 പേരുമുണ്ടായി. ഇവരുടെ എല്ലാം രാജാവാരാണ്? നമ്മുടെ വീരനായകൻ എന്നറിയപ്പെടുന്ന സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതുവരെയും ഈ കഥ നമുക്കിവിടെ അവസാനിപ്പിക്കാം. നാളെ ഞാൻ വീണ്ടും പറയാം. ഞാൻ വിചാരിച്ചത് ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കണമെന്നാണ്. പക്ഷേ നമുക്ക് സാധിക്കില്ല. കാരണം ഏകദേശം 3.5 മണിക്കൂറിനടുത്ത് വരുന്നുണ്ട് ഈ കഥ നമുക്ക് പറഞ്ഞു തീരുമ്പോഴേക്കും. കേൾക്കുമ്പോൾ നിങ്ങൾക്കും അടുപ്പ് തോന്നരുത്. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ നിർത്തുന്നത്. നാളെ ഞാൻ വീണ്ടും ഇതുപോലെ ബാക്കിയുള്ള കഥകളുമായിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കടേശായ നമഃ.